നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്നതായും അടുത്ത 10 മുതൽ 14 ദിവസം വരെ രോഗികളുടെ എണ്ണം കൂടാനാണ് സാധ്യതയെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ കോവിഡ് സാഹചര്യം വിശദീകരിക്കാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ച് കോവിഡ് പ്രതിരോധത്തിനായുള്ള പ്രത്യേക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഖാലാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 ആഴ്ചയായി രോഗികളുടെ എണ്ണം കൂടുകയും ഗുരുതരമായ രോഗലക്ഷണങ്ങളോടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരികയും ചെയ്തതോടെ സാഹചര്യം മോശമാവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ പേർക്ക് കഴിഞ്ഞ ആഴ്ച രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം കോവിഡിന്റെ 2ാം തരംഗത്തെ നേരിട്ട് വരികയാണ്. ജനിതകമാറ്റം സംഭവിച്ച പുതിയ വൈറസിന്റെ വ്യാപനം തടയാൻ പല മാർഗങ്ങൾ സ്വീകരിച്ചു വരുന്നുവെങ്കിലും ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ UK-യിൽ നിന്നുള്ള പുതിയ വൈറസ് ബാധിച്ച നിരവധി കേസുകൾ ഇപ്പോൾ കണ്ടുവരുന്നതായാണ് പറയുന്നത്. ഖത്തറിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കാൻ UK-യിൽ നിന്നുള്ള ജനിതക വ്യാപനം സംഭവിച്ച കോവിഡ് വൈറസ് പ്രധാന കാരണമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുകൂടാതെ കൂടുതൽ വ്യാപനശേഷിക്ക് പുറമെ കുറെ കൂടി ശക്തമായ രോഗലക്ഷണങ്ങൾ ഈ വൈറസ് ബാധയേറ്റവരിൽ പ്രകടമാകുന്നുണ്ടെന്നും ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചറിഞ്ഞ ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസും ഖത്തറിലേക്ക് മടങ്ങിയെത്തിയ ഏതാനും പേരിൽ അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ആഫ്രിക്കയിൽ നിന്നുള്ള വൈറസ് സമൂഹത്തിൽ പടരാതിരിക്കാൻ പുതിയ നിയന്ത്രണങ്ങൾ സഹായകമാവും. ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ പുതിയ രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അത് തടയാൻ എല്ലാവരും ഉത്തരവാദിത്തബോധത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.